ഒരിക്കലും ഇവൻ ഒത്തിരി ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ആനപ്പാപ്പന്മാർക്കൊക്കെ ഒരു പേടി. അങ്ങനെ അന്ന് ഒരു ആനപ്പകയുടെ ഏറ്റവും ഒരു മൂർത്തിമദ്ഭാവമായിട്ട് പോലും ഇവനെ വിശേഷിപ്പിച്ച ആളുകളുണ്ട്. അന്ന് ഈ ആന വിറ്റുകളാണെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു നിമിഷത്തിൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അത് പോയി മാറി. അന്ന് എന്തായിരുന്നു ശരിക്കും ആ അനുഭവത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് മുടയുടെ ഇതായിരുന്നു. പിന്നെ ആനയ്ക്ക് ഒന്നാമനോടല്ല ദേഷ്യം വരെ, ഈ രണ്ടാമന്മാരോടും മറ്റുള്ള ആനക്കാരോടും പബ്ലിക്കിനോടും ഇല്ല. അപ്പോൾ ആന ഈ നീരിൻ്റെ ആ പുറപ്പാടിൻ്റെ സമയമായിരുന്നു. അന്ന് അവർ കൊണ്ടുപോയി കെട്ടിയതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഈ ആനക്കാർ കടന്നു. ഒന്നാമൻ ഈ ഭാഗത്ത് കിടന്നു, രണ്ടാളും ആനയെ കാണുന്നിടത്ത് കിടന്നു. ആന രാത്രി എണിച്ച് അവരിതാക്കി. അങ്ങനെ കവച്ചല്ല, ഒന്നാമൻ ഈ ഭാഗത്ത് കിടന്നു, ഇവര് ഇങ്ങോട്ട് കിടന്നു. അവർ അടുത്ത് കിടന്നില്ലെങ്കിൽ അത് സംഭവിക്കില്ല. ആൻ്റെ അടുത്ത് തന്നെ കിടന്നു. പകയാണ്. അത് ഈ കോലോണ്ട് വെറുതെ പിന്നിലൊന്നും ഇങ്ങനെ അടിക്കുക, തൊടുക, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ആജ്ഞാപിക്കൊന്നും ഇഷ്ടമല്ല. ആ ജന്മ ശത്രുവിനോട് പോലും ക്ഷമിക്കാൻ മാത്രം വലിയ മനസ്സുള്ള ഒരു സന്യാസിയോ, ഒരു കരണത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കുന്ന ഗാന്ധിയുമല്ല അയ്യപ്പൻ. അവന് അവൻ്റേതു മാത്രമായ ശരികളും ന്യായവിധികളും ശിക്ഷാവിധികളുമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളെയും കൊന്നു തിന്നും ഇണക്കി വളർത്തുകയെന്ന പേരിൽ കൊല്ലാതെ കൊന്നും അമ്മാനമാടി കളിക്കുന്ന നെറികെട്ട മനുഷ്യജാതിക്ക് ഇതിനെയൊക്കെ വിസ്തരിക്കാൻ എന്തവകാശമെന്ന് മംഗലാംകുന്ന് അയ്യപ്പൻ നിവർന്നു നിന്ന് ചോദിച്ചാൽ നമുക്ക് നിശബ്ദരാവാനേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ ഒരു കാരക്കോലുപോലെ മെലിഞ്ഞുണങ്ങിയ ബാലകൃഷ്ണൻ എന്ന 25-കാരനായ പാപ്പാന്റെ കയ്യും പിടിച്ചാണ് അയ്യപ്പൻ ജീവിത പടവുകൾ താണ്ടുന്നത്. ആനപ്പണിയുടെ ആദ്യ പാഠങ്ങൾ ബാലകൃഷ്ണൻ കണ്ടുപഠിച്ചതും അയ്യപ്പനോടൊപ്പം നടന്നു തന്നെ. ഈ ആന ഇതിനു മുമ്പ് ഇച്ചിരി പാപ്പന്മാരോട് അത്യാവശ്യ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളറിയാലോ അല്ലേ? ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള ഒരു പ്രശ്നമില്ല. 5 കൊല്ലം ഒരു കുഴപ്പമില്ല. നമുക്ക് കൂടെ നിൽക്കണവരെ ശ്രദ്ധിക്കണം. ഒന്നാം പാപ്പാനും ഒരു കുഴപ്പമില്ല. നമ്മളെ ഇടയ്ക്കൊന്ന് ബലം പിടിച്ചു അപ്പൊ നമ്മള് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പേടി നമ്മള് പേടിക്കാറുണ്ട്. നമ്മള് രാവിലെ നോക്കുമ്പോ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളെ ഒപ്പിക്കാണ്. അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. പേടിക്കാനില്ല എന്ന് പറയാനില്ല. ചിലപ്പാണ് ആ നീരിന്റെ സമയത്തൊക്കെ നമ്മൾ ഓടിക്കും. അല്ല, ആന കണ്ണം നനഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കാറില്ല. ഈ നീരിന്റെ സ്വഭാവത്തില്ല. നമ്മുടെ കൂട്ടത്തില് ഈ പൂര എഴുന്നള്ളിച്ച് തിക്കും തിരക്കിന് തിക്കി കയറ്റില്ലേ, അപ്പൊ നമ്മൾ അത്ര ഇഷ്ടമല്ല. നമ്മള് മുമ്പിൽ നിന്ന് വടി വാങ്ങുക, അതൊന്നും ഇഷ്ടമല്ല എനിക്ക്. അപ്പോഴേക്ക് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ആന അല്ലെങ്കിൽ മറ്റു ആനക്കാരും ആന കൊടുത്തു അപ്പോഴേ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. കുന്നംകുളം ഭാഗത്ത് മത്സരപ്പൂരം ഭയങ്കര തിക്കും തിരക്കുള്ള പൂരത്തിനാകുമ്പോൾ പ്രശ്നം. നമ്മൾ ഈ കൂട്ടത്തിൽ തിക്കും തിരം കയറ്റാൻ മൂപ്പര വടി മറ്റുള്ള ആനക്കാരന്റെ വടി മൂപ്പര മേലിത്തട്ടൊക്കെയാണ് മൂപ്പർക്ക് പ്രശ്നം. അല്ല, നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ മൂപ്പരെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ കാലപ്രവാഹത്തിൽ മാറാത്തതായി മാറ്റം എന്ന വാക്ക് മാത്രമേ ഉണ്ടാവൂ എന്ന വിശ്വാസം ശരിവെച്ചുകൊണ്ട് മംഗലാംകുന്ന് അയ്യപ്പനും മാറ്റത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് 22ഓളം ആനകൾ വരെ അരങ്ങ് നിറഞ്ഞിരുന്ന മംഗലാംകുന്ന് ആനത്തറവാട്ടിൽ മംഗലാംകുന്ന് ഗണപതിയും പിന്നെ കർണനുമൊക്കെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിമാരായി അരിയിട്ട് വാഴുന്ന അവസരത്തിൽ വടക്കു നിന്നും വന്ന ഒരു ശരാശരിക്കാരന് ഞാനും ഈ നാട്ടിലുണ്ടേ എന്ന് 4 ആളെ അറിയിക്കാൻ അല്പം ചട്ടമ്പിത്തരം തന്നെയാവും ഏറ്റവും നല്ല വഴിയെന്ന് തോന്നിയിട്ടുണ്ടാവും. പ്രസിദ്ധി അല്ലെങ്കിൽ കുപ്രസിദ്ധി എന്നതല്ലേ പ്രമാണം. ശരാശരിക്കാരെയും സമാധാനപ്രിയരെയും അനുരഞ്ജനക്കാരെയും ഒക്കെ ആരിവിടെ മൈൻഡിയാണ്. ചട്ടമ്പിത്തരങ്ങളും കണ്ണുരുട്ടലുകളും കൊണ്ട് ലോകത്തിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്ന അയ്യപ്പൻ്റെ ജീവിതകാണ്ഡം ഇപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലാഷ് ബാക്ക് മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാർ സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുമായി മംഗലാംകുന്ന് അയ്യപ്പനും ചില സമാനതകളുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള തിരിച്ചുകയറ്റം, ചട്ടമ്പിത്തരങ്ങളുടെ പൂർവ്വകാല റെക്കോർഡ്, ബീഹാറിൻ്റെ രജപുത്ര പെരുമ, അങ്ങനെ സമാനതകളുടെ വടക്കൻ വീരഗാഥകൾ ഇരുവർക്കും ഏറെയാണ്. ഇന്ന് വല്ലപ്പോഴും ഒരിക്കലുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും തെറ്റലുകളും ഒഴിച്ചാൽ മംഗലാംകുന്ന് അയ്യപ്പൻ ആള് കെങ്കേമൻ.
ഇക്കഴിഞ്ഞ ആഴ്ചയും അയ്യപ്പനൊന്ന് തെറ്റി. ഒറ്റപ്പാലത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ കോലം വെച്ചുകൊണ്ടിരിക്കെ ലഹരി തലയ്ക്ക് പിടിച്ച ഒരാനപ്രേമന്റെ കളി ആനയുടെ കൊമ്പിൽ തൊട്ടും പിടിച്ചുമായപ്പോൾ അയ്യപ്പന്റെ സിരകളിലെ പഴയ രജപുത്ര രക്തം തടകുടഞ്ഞെഴുന്നേറ്റു. എടുത്ത കൈക്ക് കൊടുത്തൊന്നു. കോട്ടിയിട്ട് വിലക്കാൻ ശ്രമിച്ച പാപ്പാൻ ബാലകൃഷ്ണനെയും തട്ടിത്തെറിപ്പിച്ചു. പിന്നെ വാണം വിട്ടതുപോലെ നിലത്ത് വീണുപോയ സ്ത്രീയെയും തൊട്ടു മുന്നിലുള്ള സ്കൂൾ ബസ്സിനെയും ഒന്ന് തൊടുക പോലും ചെയ്യാതെയുള്ള ഓട്ടം ചെന്നു നിന്നത് സമീപത്തെ കൊച്ചുപുഴയിൽ. പഴയ ഒറ്റച്ചൂടൻ അയ്യപ്പനായിരുന്നെങ്കിൽ മുന്നും പിന്നും നോക്കാതെ വെച്ചു പിടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് 5-8 ആളുകളെങ്കിലും കൊല്ലപ്പെടേണ്ട സന്ദർഭം. പക്ഷേ അയ്യപ്പനും മാറിയല്ലേ പറ്റൂ. ഗണപതിയുടെ പാപ്പാൻ ശങ്കരനാരായണൻ വന്ന് വിളിച്ചപ്പോൾ ഇങ്ങ് കയറി പോരുകയും ചെയ്തു. അയ്യപ്പൻ്റെ ദിനങ്ങൾക്ക് ചൂടും ചൂരുമേറുകയാണ്. കുന്നംകുളത്തെ മത്സരപൂരങ്ങളും കേരളം അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ നഗരികളും ഇന്ന് മംഗലാംകുന്ന് അയ്യപ്പൻ്റെ രാജകീയ രംഗപ്രവേശത്തിനായി കാത്തു നിൽക്കുന്നു. അവൻ്റെ വീരഗാഥകൾക്കായി കാതോർത്തു നിൽക്കുന്നു. ചോരക്കറ പുരണ്ട ഇന്നലെയുടെ നാൾവഴികളിൽ നിന്നും പുതിയ പട്ടാഭിഷേകത്തിലേക്കും പുതിയ പുതിയ കിരീടങ്ങളിലേക്കും അയ്യപ്പൻ ചുവടുവയ്ക്കുമ്പോഴും ആർപ്പുവിളികളും ആരവങ്ങളുമായി അവനു ചുറ്റും ആർത്തിരമ്പുമ്പോഴും ഓർക്കുക, ആനയുടെ രൂപവും അടിമയുടെ മനസ്സുമുള്ള വെറുമൊരു നാൽക്കാലി മൃഗമല്ല ഈ അയ്യപ്പൻ. അതെ, അയ്യപ്പനും മാറുകയാണ്. അല്ല, മാറിക്കഴിഞ്ഞു. 2-3 വർഷം കഴിഞ്ഞുള്ള കണക്കെടുപ്പിൽ അയ്യപ്പൻ്റെ വില കോടികൾ വരെ എത്തിയെന്ന് കേട്ടാലും ആരും ഞെട്ടേണ്ടതില്ല. കാരണം എന്തു വില കിട്ടിയാലും കൈവിട്ട് കളയില്ലെന്ന വാശിയിൽ മംഗലാംകുന്ന് ചെട്ടിയാർ പിടിച്ചു വച്ചിരിക്കുന്നത് തന്നെയാണ് അയ്യപ്പനുമേൽ ചൊരിയുന്ന മോഹവിലകളുടെ കാതലും കാരണവും. ഒരിക്കൽ അയ്യപ്പൻ്റെ ചുവടുവയ്പ്പുകൾക്ക് മുന്നിൽ നിന്നും ഞെട്ടി അകന്നിരുന്ന ജനം ഇന്ന് അവന് ചുറ്റും അഭിനന്ദനങ്ങളുടെയും അംഗീകാരങ്ങളുടെയും നറുമലരുകൾ വാരി വിതറുന്നു. പൂവിളികളും നിറപറയുമായി അവന് സ്വാഗതമോതുന്നു. മംഗലാംകുന്ന് അയ്യപ്പൻ്റെ പുത്തൻ വീരഗാഥകൾക്കായി കാലവും ലോകവും കാത്തിരിക്കുന്നു. അയ്യപ്പൻ്റെ ആരാധകരുടെ പ്രതീക്ഷ പോലെ 1-2 സെന്റിമീറ്ററുകൾ കൂടി വളർന്നാൽ നാളെ ഇവനാവും ആനക്കേരളത്തിൻ്റെ ഏകഛത്രാധിപതി. മംഗലാംകുന്ന് അയ്യപ്പന് ആശംസകൾ, 100 ആശംസകൾ.